വെള്ളാപ്പള്ളിയെ കാറി കയറ്റി. അത് സാധാരണ മനുഷ്യനെ, കേരളത്തിലെ സാധാരണ മനുഷ്യനെ എന്ത് തരത്തിൽ ബാധിക്കുന്ന ഒരു പ്രശ്നം? വെള്ളാപ്പള്ളിയെ കാറി കയറ്റി. ബാക്കി അദ്ദേഹം പിന്നീട് അതിന് ശേഷം പറഞ്ഞ പരാമർശങ്ങൾ, അതിന് മേലുണ്ടായ വിവാദം, അതിലേക്കൊന്നും പോകുന്നില്ല. അതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്, അത് ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ എത്ര സമയമെടുത്തത് ചർച്ച ചെയ്യണം എന്നതാണ്. നമ്മുടെ മുഴുവൻ സംവാദവും ഇതിലേക്ക് തിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടക്കുന്നുണ്ടോയെന്ന് കൂടി നമ്മൾ പരിശോധിക്കണമല്ലോ. നമ്മുടെ സമയം കൂടിയാണല്ലോ. ഇപ്പം വെള്ളാപ്പള്ളി നടത്തിയ പരാമർശത്തെക്കാൾ അപകടകരവും വർഗീയപരവുമായ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് ഷാജൻ സ്കറിയ. മുസ്ലിങ്ങളെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ കേരളീയർക്ക് അറിയുന്നതാണ്. അങ്ങനെ ഒരാളെ വിളിച്ച് സൽക്കരിക്കുന്നു, അത് ചർച്ച ചെയ്യുന്നതിന് ചർച്ചയാവുന്നേയില്ലല്ലോ, ആർക്കൊന്നും പറയാനില്ലല്ലോ. അപ്പം എന്താ അത്? ഒരു സാമുദായിക നേതാവ് സംസാരിക്കുന്ന പോലെയല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രതിപക്ഷ നേതാവ് ഒരു സംസ്ഥാനത്തിൻ്റെ അദ്ദേഹത്തെ വിളിച്ച് സൽക്കരിക്കുന്നത്. എന്താണെന്നും പറയാത്ത? അപ്പോൾ 90 വയസ്സായ ഒരു സീനിയർ ലീഡറെ കാറി കയറ്റിയതാണോ അതുപോലത്തെ ഒരാളെ വിളിച്ച് സൽക്കരിക്കുന്നതാണോ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം? അങ്ങനത്തെ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട. ഈ പറഞ്ഞ വിദ്യാഭ്യാസം, ആരോഗ്യം, പാർപ്പിടം, പൊതുവികസനം, മരാമത്ത്, ക്ഷേമം തുടങ്ങിയ കാര്യങ്ങളൊന്നും പറയണ്ട, പാർക്കട്ടില്ല, ആ കാര്യം മിണ്ടണ്ട. നമുക്കെല്ലാവർക്കും കൂടി ഇത് ചർച്ച ചെയ്യാം. നമ്മുടെ സമയമാണ് പോകുന്നത്. നമ്മുടെ ചിന്താശേഷിയെ വഴിതിരിച്ചു വിടാനാണ് ശ്രമിക്കുന്നതെന്നും. മറ്റൊരു വിഷയം എന്താ, ഇപ്പം കേരളത്തിൽ വലിയ ചർച്ചയായിട്ടുള്ള ശബരിമല. മാധ്യമങ്ങൾ അവതരിപ്പിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പോലും ഞാൻ ശരിക്കും പറയാം, എനിക്ക് തോന്നുന്നു വെച്ചാൽ കടാമ്പള്ളി സുരേന്ദ്രനെ ഏതോ ഇരുട്ടുമുറിയിലിരുത്തി SIT ഇങ്ങനെ സത്യം പറ എന്നുള്ള നിലയിലൊക്കെ ചോദിച്ചെന്നും, അടൂർ പ്രകാശിനെ ഇങ്ങനെ വിളിച്ച് ചായയൊക്കെ കൊടുത്തിട്ട് സാറിന് എന്തെങ്കിലും അതിൽ പറയാനുണ്ടോ എന്ന് ചോദിച്ചതുപോലെ നമുക്ക് തോന്നുന്നു. അതായത് ഒരാളെ ഇരുട്ടിലാക്കുകയും മറ്റേ ആളോട് പ്രൊസീജിയറിൻ്റെ ഭാഗമായി സംസാരിച്ചു എന്ന നിലയിലൊക്കെ അവതരിപ്പിക്കുകയാണ്. രണ്ടും ഒരുപോലെ നടന്നൊരു പ്രക്രിയ. സ്വാഭാവികതയും അസ്വാഭാവികതയും ഒക്കെ നോക്കിയാണല്ലോ ഇതിൽ ചാനൽ ചർച്ച വരുന്നത്. അങ്ങനെയാണെങ്കിൽ അസ്വാഭാവികമായി കാണേണ്ടുന്ന ഏറ്റവും വലിയ കാര്യം ഇതാ, Z കാറ്റഗറി സെക്യൂരിറ്റി ഉള്ള ഒരു വലിയ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് സോണിയാഗാന്ധി, അവരുടെ വീട്ടിലേക്ക് 2 തവണ ഇദ്ദേഹം പോകുന്നു. ഇത് വാങ്ങിയ ആളും അതിൻ്റെ ഭാഗമായി നിൽക്കുന്നു. സോണിയാഗാന്ധിക്ക് ഇങ്ങനെ ആൻറ്റിക് എക്സ്ചേഞ്ച് ട്രാൻസാക്ഷനൊക്കെ നടത്തുന്ന ഒരു ആ കച്ചവടത്തിൽ ഭാഗമായിട്ടുള്ള ഒരു സഹോദരിയുണ്ട്. ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് വായിച്ചാൽ അത് ഇതിലും വലിയ അസ്വാഭാവികതയാണല്ലോ. ഒരു മുഖ്യമന്ത്രിയുടെ കൂടെ ആ സംസ്ഥാനത്തിലെ അമ്പലത്തിലെ പോറ്റിയെ കണ്ടു എന്ന് പറയുന്നതിനേക്കാൾ അസ്വാഭാവികമാണ് ഇവിടെ നിന്ന് ഫ്ലൈറ്റും പിടിച്ച് ഡൽഹിയിൽ 2 തവണ പോയേക്കുന്നു ഇത് കാണാൻ. അപ്പോൾ ആ അസ്വാഭാവികതയെ കോൺസ്റ്റൻ്റായി നിർത്തിയിട്ട് ബാക്കിയെല്ലാം CPM-മായി ബന്ധപ്പെട്ടിരിക്കുന്ന, ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന, സർക്കാരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അസ്വാഭാവികതകൾ മാത്രം ചർച്ച ചെയ്യാം എന്ന് തീരുമാനിക്കുന്നതിൽ അതൊരു അജണ്ടയാണ്. ദൈവതുല്യർ എന്ന് പറയുമ്പോൾ നമ്മുടെ അത്രയും പ്രിയപ്പെട്ട ദൈവത്തിനെ പോറ്റാൻ വേണ്ടി, നോക്കാൻ വേണ്ടി നേരെ ഏൽപ്പിക്കുന്നത് ആരെയാണ്? പോറ്റി, അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന തന്ത്രികൾ, തൊട്ട് കൈകാര്യം ചെയ്യുന്ന മുഴുവൻ ആളുകളും. അപ്പം അവർക്ക് മേലൊന്നും സംശയമില്ലേ? അങ്ങനെ ഒരു ചോദ്യം പോലും ഇല്ലല്ലോ. അങ്ങനെ ആരെങ്കിലും ആണോ? അതോ ദേവസ്വം വകുപ്പ് മന്ത്രിയാണോ ദൈവതുല്യനായി കാണുന്നുവെന്ന് പറഞ്ഞത് എന്നത്? അപ്പം ആ തരത്തിലുള്ള ചർച്ചയിലേക്ക് പോകുന്നില്ല, ചോദ്യത്തിലേക്കേ പോകുന്നില്ല. നമുക്കുള്ള ആ സംശയം തന്നെ തുടക്കത്തിലേ മായ്ച്ചു കളയാൻ ശ്രമിക്കുകയാണ്. ഇങ്ങനത്തെ ചർച്ചകളൊന്നും വേണ്ട. അങ്ങനെയല്ല ഞാൻ പറയുന്നത്, ഇതെല്ലാം പാരലലി നടക്കട്ടെ. പക്ഷേ നമുക്ക് 2026 ഉള്ള അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എന്താണ് ജനങ്ങൾക്ക് അറിയേണ്ടത്? ജനങ്ങൾക്ക് കേരളത്തെ ഏറ്റവും മികച്ച സംസ്ഥാനമായി ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെന്താണ് പ്രതീക്ഷിക്കുന്നത്? ഇനി എന്താണ് മെച്ചപ്പെടുത്തേണ്ടുന്നത്? എങ്ങനെ ചെയ്യാം? ആ വാഗ്ദാനം ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നു? ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും ആ കാര്യങ്ങളിലെ ശേഷി എന്താണ്? കാഴ്ചപ്പാട് എന്താണ്? അവരുടെ വികസന കാഴ്ചപ്പാട് എന്താണ്? ക്ഷേമ കാഴ്ചപ്പാട് എന്താണ്? രാഷ്ട്രീയ വിഷയങ്ങളിൽ, യഥാർത്ഥ രാഷ്ട്രീയ വിഷയങ്ങളിൽ, മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എന്താണ് അവരുടെ നിലപാട്? ഇതും കൂടിയല്ലേ പ്രധാനമായി ഇത് ചർച്ച ചെയ്യലും കൂടെ മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യലാവണം
തുടർന്നുള്ള ദിവസങ്ങൾ, കാരണം അത് പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പാണ് എന്നുള്ളത് കൊണ്ട് പറഞ്ഞതാണ്.